ഹായ്, പുതിയൊരു വീഡിയോ ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും വിനീതമായ സ്വാഗതം. ഇപ്പോൾ ഏകദേശം മോർണിംഗ് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ആകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ വന്നത് ചെറിയൊരു വിഷയം, അതായത് ഒരു വലിയൊരു ഷോയുടെ ഒപ്പീനിയനുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 ആണ് നമ്മുടെ ഇപ്പോഴത്തെ സീസൺ 6 വരുമ്പോൾ പല കാര്യങ്ങളും മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞ കുറേ ടോണായിരുന്നില്ല അതിൻ്റെ ടൈറ്റിലുമൊക്കെ. പക്ഷേ എവിടെയും രതീഷ് അങ്ങനെ ഒരു കളിയാണ് കാണുന്നത്. രതീഷ് കുമാർ എന്ന് പറയുന്ന നമുക്കൊന്നും പരിചിതമല്ലാത്തൊരു മുഖമായി, പക്ഷേ രജീഷ് കുമാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് അവിടെ കാട്ടിക്കൂട്ടുന്ന വിളയാട്ടങ്ങളുടെ കഥയാണ് നമ്മൾ കാണുന്നത്. പ്രേക്ഷകർക്ക് അതിൻ്റെ അഭിപ്രായത്തെ ഒട്ടും സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ അയാൾ വന്നപ്പോൾ നല്ലൊരു കണ്ടസ്റ്റൻസ് ആയി. പിന്നെ അയാൾ ബോറാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ചിറ്റോ ഒന്നിനും പ്രതികരിക്കാത്ത ഒരു ചെറിയ കാര്യത്തിന് പ്രതികരിക്കുന്ന സൈലന്റ് കണ്ടസ്റ്റൻ്റായി. വലിയ പ്രതീക്ഷകൾ ഉള്ള ആൾക്കാരൊക്കെയായിരുന്നു. മുടിയൻ രതീഷ് കുമാറിന് അലമ്പിന് കൂട്ടു നിൽക്കുകയാണ്. രതീഷിന് എതിരെ പറഞ്ഞ് സീൻ കോൺട്രവേഴ്സി ചെയ്യുന്ന എല്ലാ വിഷയവും രതീഷ് കുമാറിൻ്റെ മാത്രം വിഷയമായി മാറും. ഒരു അഖിൽമാരാർ കളി അവിടെ ഒരു രജിത് കുമാർ കളിയുടെ കോപ്പിയും കാണാൻ പറ്റും. നോമിനേഷനും വോട്ടുമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് എന്ന് പറയുന്ന ഭ്രമരത്തിൽ അയാളൊക്കെ കുതിച്ച് വോട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷ അയാളൊക്കെ ഇത്രയും 3-4 സ്ഥാനത്തേക്ക് എത്തും. രതീഷ് 2ാം സ്ഥാനത്തായിരുന്നു ഇന്നലെ. ഇന്ന് വോട്ടിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ആഴ്ച തീരുന്നത് വരെ നമുക്ക് വോട്ടിംഗ് മാറ്റങ്ങൾ സംഭവിച്ചു. ഒന്നാമത് സിജോ തന്നെയാണ്. വളരെ പവർഫുൾ ഒരു ഗെയിമർ തന്നെയാണ് സിജോ. അർജുൻ ഗെയിം ക്യാപ്റ്റൻസി വളരെ ബ്രില്യൻ്റായി കളിക്കും. ജാസ്മിനും നല്ലൊരു ഗെയിമറാണ്. ചില കാര്യങ്ങളിൽ പൊട്ടത്തരം വിളിച്ച് പറയുന്നു. മെൻസിബ വളരെ സ്ട്രോങ്ങായി മാറുന്നു. ശ്രുതി സൈലൻ്റാണ്. ശരണ്യ ചെറിയ കാര്യങ്ങളിൽ അല്പം സ്ട്രോങ് ആകുന്നുണ്ട്. പക്ഷേ തുടരെ ഇങ്ങനെ ആവണം. ഫുൾ സൈലൻറ്റ് മോഡ് ആകരുത്. പിന്നെ ബാക്കി യമുന റാണി വളരെ നാച്ചുറലായി കാണുന്ന ഒരു വീട്ടമ്മ മാതിരി എല്ലാ ബിഗ് ബോസ് സീസൺസിനും ഉണ്ടാകും ഒരു വീട്ടമ്മ. അതേ ഒരു ക്യാരക്ടർ തന്നെയാണ് യമുന റാണി പോയിട്ട് ബിഗ് ബോസ്. കൂടുതൽ ഒച്ചപ്പാടൊന്നുമില്ലാതെ തൻ്റെതായ ശൈലികൾ കൊണ്ട് ബിഗ് ബോസിനെ നിറം ഉണ്ടാക്കും. വണ്ടർഫുൾ. ഇതൊക്കെ പ്രേക്ഷകർ കാണുമ്പോൾ ഒട്ടും നെഗറ്റീവ് തോന്നി. പോസിറ്റീവായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നെഗറ്റീവ് കുറേ ഉണ്ട്. ഞാൻ വില്ലൻ എന്നൊക്കെ പറഞ്ഞ് കോൺട്രവേഴ്സി ഉണ്ടാക്കും. അതൊരു കണ്ടൻ്റാണ്. ഒരു സ്ട്രാറ്റജിയൊക്കെ മാറ്റാനുള്ള കളി രതീഷ് കുമാറിൻ്റെ കഴിയുന്നത് വളരെ കൂടുതലാണ്. രതീഷ് ഇന്നലെ ഇറങ്ങിപ്പോകാനൊക്കെ ശ്രമിച്ചു. ബിഗ് ബോസ് ഇറക്കി വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകും? എന്നിട്ട് വീട്ടുകാരെ സ്വന്തം തന്നെ തോറ്റ് മടങ്ങേണ്ട എന്ത് കാര്യം അവിടെ ഉള്ളത്? ചെറിയ കാര്യത്തിന് ഇറങ്ങിപ്പോകാൻ നിന്നാൽ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വരും. എന്തിനിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം?
മൂന്ന് ടീമൊക്കെ ആക്കിയാണ് മൂന്ന് ടീമുകളായിട്ടാണ് പവർ ടീം എന്ന ഒരു പുതിയൊരു ഗെയിം സ്ട്രാറ്റജി ബിഗ് ബോസ് കൊണ്ടുവന്നു. അതിലേക്ക് ഡാനിയൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, നെസ്റ്റ് എന്നൊരു ഗ്രൂപ്പ്, ഡൺ എന്നൊരു ഗ്രൂപ്പ്, അങ്ങനെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ച് അതിൽ നിന്ന് 6 സെലക്ട് ചെയ്യും ബിഗ് ബോസ് പവർ റൂമിലേക്ക് കയറാം. അങ്ങനെ ഒരു ചർച്ചയും ജഡ്ജ്മെൻറ്റും ഒക്കെ നടന്നു. പിന്നെ ഡാനിയൽ ടീമാണ് ഇതിൻ്റെ ജഡ്ജിയായി മാറിയത്. തോറ്റവരാണ് ജഡ്ജായി മാറിയത്. പിന്നെ വന്നത് ആകെ അലമ്പായി. പിന്നെയും രതീഷ് കുമാർ അതിലും കുറേ ചെടികൾ വാരി എറിയും. എന്തിനു വേണ്ടി? വെറുതെ അങ്ങ് ഒച്ചയില്ലാതെ സംസാരിച്ചിട്ടെന്ത് കാര്യം? സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. കാരണം സൗണ്ടില്ലാതെ പ്രതികരിച്ചിട്ട് കാര്യം ആർക്കേൽക്കില്ല. മൈക്രോഫോണിലിട്ടാലും സൗണ്ട് പുറത്ത് വരില്ല. അത്രയും ശബ്ദം ഇല്ലാതാക്കി. ഇനി എന്ത് പാടാനോ കൊടുക്കാനും പറ്റുമോ? ആദ്യം കുറച്ച് സൗണ്ടിൽ, പിന്നെ അലറാനുള്ള ശബ്ദം കൊടുക്കും. ഇപ്പോൾ തന്നെ സൗണ്ട് പോയാൽ 100-ാം ദിവസം നമുക്ക് ഒരു സൗണ്ടും രതീഷ് കുമാറിൻ്റെ വായെന്ന് കേൾക്കാൻ പറ്റും. അതാണ് അവസ്ഥ. ഇപ്പം തന്നെ സ്ക്രീനിൽ നിന്ന് ഔട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം രതീഷ് കുമാർ 2-ാം സ്ഥാനത്താണെങ്കിൽ എന്ത് വന്നാലും 1-ാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളൊരു കളികൾ അവിടെ നടക്കും. പക്ഷേ ശ്രമങ്ങൾ നടന്നില്ല. സിജോ പറയുന്ന കാര്യത്തിലേക്കാണ് ഫുൾ കളികൾ മാറുന്നത്. സിജോക്ക് വളരെ ഒരു യൂട്യൂബർ ചാനലിൻ്റെ മാത്രമല്ല, പല കാര്യങ്ങൾ അദ്ദേഹം മൈൻഡിൽ കൊണ്ടു നടക്കും. ജിറ്റുപ്പിന് ഒന്നുമില്ല, എല്ലാം ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അതിനവിടെ സമയമില്ല. ബിഗ് ബോസ് എല്ലാം ഒരു ഫാസ്റ്റാണ്. ഇത്തിരി സമയവും ഒത്തിരി ടൈം കൊടുക്കും. ഇത്തിരി സമയം കൊടുത്താലും ഒത്തിരി ചിന്തിക്കാനുള്ള സമയം കൊടുക്കും. അങ്ങനെയുള്ള ഗെയിമാണ്. അതാണ് അതിൻ്റെ പവർ. ഇപ്രാവശ്യത്തെ ഗെയിമിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നത് ടാസ്കിനെക്കാട്ടിയും വലിയ പവർ എന്ന ആ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അത് നേടിയെടുക്കാനുള്ള വാശി എല്ലാവർക്കും. അതായത് കളിത്തമാശയല്ല കാര്യം. സീസണിൻ്റെ പവർ കൂട്ടുക, എന്നിട്ട് ഇത് അടുത്ത സീസണിൽ പകർത്തുക നല്ല രീതിയിൽ. അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പകർന്നു കൊടുക്കും. അപ്പോൾ ഗെയിമർ എല്ലാവരും, മുടിയൻ എന്ന് പറയുന്ന ഋഷി കുമാർ, അയാൾ ഒരു മുടിയനാണ്, മുടിയപുത്രനാണ്. പക്ഷേ ബിഗ് ബോസ് സീസണിൽ ഗൂഢത്തരം കാണിക്കുന്ന വളരെ ഇമോഷണൽ ഡാമേജഡ് ആകുന്നു. പെട്ടെന്ന് കരഞ്ഞു പോകുന്നൊരു ക്യാരക്ടറാണ്. പ്രതികരണവും കൂടുതലാണ്, ഇമോഷനും. പക്ഷേ സ്റ്റാലിനല്ല. കുമ്പളത്തിൻ്റെയും ശ്രീകണ്ഠ പറഞ്ഞതെല്ലാം കാര്യമാണുണ്ടോ എന്നൊരു കാര്യം. ഋഷിയുടെ സ്വഭാവം പുറത്തേക്ക് തളർന്ന് ഒരു കാഴ്ചകൾ കാണുന്നു. ശരിയായ ക്യാരക്ടർ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നു. ഒന്നും നമുക്ക് മനസ്സിലാകും. പ്രേക്ഷകർ എല്ലാം കണ്ടും കേട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ബിഗ് ബോസിൻ്റെ ഒരു ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തവരെന്ന് പറഞ്ഞു. എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും ഒരു സെലിബ്രിറ്റി. അത് ആർക്കുമുള്ള ഇതൊരു സാധാരണക്കാർക്കുള്ള വേദിയായി മാറണം. ഒരു സെലിബ്രിറ്റി മൂഡായി മാറുന്ന കോർണർ എന്ന വിഭാഗത്തിൽ വന്ന നിഷാനെയും എസ്മിനബോയും ഒന്നുമേ കാണുന്നില്ല. അവരൊന്നും വന്നിട്ട് ഒരു കാര്യം. സൈലൻറ്റ് കോർണറായിട്ട് കാര്യം, പവർ കോർണറായി. അപ്പോഴേ ഗെയിമിന് മറ്റൊരു ആംഗിൾ ഉണ്ടാകുക. ഇതും ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഗെയിമിൻ്റെ ഒരു രീതിയാണ്. 2-3 റിവ്യൂ കഴിഞ്ഞ് 4ാമത്തിലേക്ക് കടന്ന് 5ാം റിവ്യൂ വരെ എത്താൻ സാധിക്കും. ഇനി
ഇത്തിരി കടുക്കട്ട. അടുത്ത ആഴ്ച മുതൽ ഇതിനെക്കാട്ടിയും കൂടുതൽ കളി കളിക്കേണ്ടതാണ്. എന്നാലേ ബിഗ് ബോസ് കാണാൻ പ്രേക്ഷകർക്ക് ഒരു ത്രില്ലുണ്ട്. വോട്ട് നടക്കും. വോട്ട് ചെയ്യണോ വേണ്ടതെന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കുക. വെറുതെ വോട്ടിട്ട് ആര് ഹീറോയും തീരുമാനിക്കുന്നതിന് മുമ്പ് വോട്ട് കൊടുത്ത കാര്യം ആർക്ക് വോട്ട് കൊടുത്താലും വിജയിച്ചാലേ പറയാൻ പറ്റും. നമ്മൾ ഇപ്രാവശ്യം അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വോട്ട് എത്ര നടക്കുന്നു എന്ന കാര്യം മാത്രം നോക്കാം. എത്ര വോട്ട് കിട്ടി, എത്ര വോട്ട് ആൾക്ക് പെർഫോമൻസിന് കിട്ടുന്ന, സ്കോർ എത്രയാണെന്നൊക്കെ നമുക്ക് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാം. പ്രേക്ഷകർക്ക് ഒട്ടും നിരാശയില്ലാത്ത ബിഗ് ബോസ് ആവട്ടെ, അതാണ് നല്ലത്. വെറുതെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് കാര്യം. ബിഗ് ബോസ് ഇപ്രാവശ്യമെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. യെസ്, മാറേണ്ടിയിരിക്കും. മാറ്റങ്ങൾ അനിവാര്യമാണ്. ബിഗ് ബോസ് മാറിയില്ലെങ്കിൽ കാഴ്ചക്കാരുടെ എണ്ണവും കുറയുന്നതായിരിക്കും. കാരണം അത്രക്കും ചടികൾ വാരി വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു, പെട്ടി മടക്കുന്നു? എന്തിന് ഈ ഒരു തത്രപ്പാട്? എല്ലാവരും ചിരിക്കുക, മൈൻഡാക്കുന്നത് പോലുമില്ല. അങ്ങനത്തെ ഒരു കളിയാണ് ഇന്നലെ കണ്ടത്. ബാക്കിയുള്ള റിവ്യൂസൊക്കെ ലൈവിൽ പറയുന്നത് കേൾക്കുമ്പോൾ അകത്തുള്ള റിവ്യൂസ് കേൾക്ക് പുറത്ത് വന്നാൽ മാറുന്ന കഥകളാണ് കേൾക്കാത്തത്. സ്വന്തം വീട്ടിൽ പോയാൽ നല്ലത് പറയിക്കട്ടെ, മോശം പറയിപ്പിച്ചിട്ട് കാര്യമില്ല. നല്ലത് പറയുമ്പോൾ നല്ലത് പറയിക്കണം. അതിനു വേണ്ടിയാണ് ബിഗ് ബോസ്. അല്ലാതെ മോശമായ തീരുമാനം അത് വളരെ അറുബോറാകും. അത് മാറ്റി പറ്റും. ബിഗ് ബോസ് മാറ്റുക,